മിഥുന്റെ വീടായ കൊല്ലം വിളന്തല മനുഭവനിൽ അങ്ങനെ വിലാപങ്ങൾ നിലയ്ക്കുന്നതേയില്ല. മിഥുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അമ്മ സുജ നാളെ എത്താൻ പോവുകയാണ്. വിദേശത്തെ ജോലിസ്ഥലത്ത് നിന്നും പുറപ്പെട്ട അമ്മ ഉച്ചയോടെ കൊല്ലത്തേക്ക് എത്തുകയാണ്. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം സംസ്കരിക്കാനും പോവുകയാണ്. രഘുനാഥ് നാരായണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ആ വീട്ടിലെ അവസ്ഥയും നാളെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന സങ്കട കാഴ്ചകളും ഒക്കെ തന്നെ വിവരിക്കാൻ. രഘു, നാളെ അമ്മ എത്തുമ്പോൾ, കാരണം ചുംബനമൊക്കെ നൽകി വീടിൻ്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി അക്കരക്കരക്കിലേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് വണ്ടി കയറി വിമാനം കയറിയ സുജ എത്തുമ്പോൾ കുഞ്ഞിൻ്റെ ഈ കിടപ്പ് എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ് രഘു. അതെ, കാരണം അമ്മ ഒരു പക്ഷേ ഇതുവരെ മകൻ മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം മകൻ അപകടം പറ്റി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. എന്ന് മാത്രവുമല്ല, ഇവരുടെ സ്പോൺസറായിട്ട് സുജ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആ തൊഴിലുടമയോടാണ് പറഞ്ഞത് മകൻ മരിച്ച കാര്യം. ഒരു പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എത്രയോ മൈൽ ദൂരെ അക്കരെ നിന്ന് മകൻ്റെ മരണവാർത്ത അറിയേണ്ടി വരുന്ന ഒരു അമ്മയുടെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുണ്ട്. അത് വാക്കുകൾ കൊണ്ടോ എന്തുകൊണ്ടോ പറഞ്ഞോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു ഭരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. രാവിലെ 9 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. അവിടെ നിന്ന് ഒരു 4-5 മണിക്കൂർ വേണം വീട്ടിലെത്താൻ. അതിനിടയ്ക്ക് രാവിലെ 10 മണി മുതൽ 12 മണി വരെ അവിടെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഞാനിവിടെയുള്ള ഈ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. ആ മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ നഷ്ടപ്പെട്ടൊരു വികാരമാണ് ഈ നാടിനുള്ളത്, അല്ലെങ്കിൽ ഇതറിഞ്ഞ് ഇവിടെ എത്തുന്ന മനുഷ്യർക്കെല്ലാം ഉള്ളത്. ഇന്നലെ നമ്മൾ ഈ സമയത്തൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശിയുടെ, മിഥുൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കരഞ്ഞ് ആ അമ്മയ്ക്ക്, നല്ല പ്രായമുള്ള 10-65 വയസ്സുള്ള അമ്മയാണ്, ആ അമ്മയ്ക്ക് ഒന്ന് ഉറക്കെ കരയാൻ പോലുമുള്ള പ്രാണി ഇപ്പോഴുമില്ല. എന്തായാലും വളരെ ദുഃഖകരമായ അന്തരീക്ഷത്തിലൂടെയാണ്, ദുഃഖകരമായ മാനസികാവസ്ഥയിലൂടെയാണ് ഇവിടെ എത്തുന്നവരെല്ലാം കടന്നു പോവുക.